അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോണ ഇന്ത്യൻ ടീമിലെ 4 സൂപ്പർ പ്ലേയേഴ്സാണ്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, MS ധോണി, സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ ഇവരിൽ ആരാണ് ഇന്ത്യയുടെ മികച്ച പ്ലെയർ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോണത്. ടെസ്റ്റിലും വൺ ഡേയിലും T20യും ഇതെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് രോഹിത് ശർമ്മയുടെ ടെസ്റ്റ് ഡീറ്റെയിൽസാണ് എടുക്കുന്നത്. 65 മാച്ച് കളിച്ചിട്ടുണ്ട്. അതിൽ ഇന്നിങ്സ് 113 ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട്. നോട്ട് ഔട്ട് 10, റൺസ് 4272, ഹയസ്റ്റ് സ്കോർ 212, ആവറേജ് 41.54, 100 12 എണ്ണം അടിച്ചിട്ടുണ്ട്, 50 18 എണ്ണം. അടുത്തതായിട്ട് നമ്മൾ വിലയിരുത്താൻ പോണത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ടെസ്റ്റ് മാച്ചാണ്. 90, ഇന്നിങ്സ് 144, നോട്ട് ഔട്ട് 16, ഹയസ്റ്റ് സ്കോർ 224, ബാറ്റിംഗ് ആവറേജ് 38.09, റൺസ് ടോട്ടൽ റൺസ് 4876, 100 6 അടിച്ചിട്ടുണ്ട്, 50 73 അടിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് വിരാട് കോഹ്ലിയുടെ ടെസ്റ്റ് മാച്ച് പെർഫോമൻസ് ആണ്. 120, ഇന്നിങ്സ് 205, നോട്ട് ഔട്ട് 13, റൺസ് 9163, ഹയസ്റ്റ് സ്കോർ 254, ബാറ്റിംഗ് ആവറേജ് 47.72, 100 30 അടിച്ചിട്ടുണ്ട്, 50 31 അടിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറുടെയാണ്. ടെസ്റ്റ് മാച്ച് കളിച്ചേക്കണത് 200, അതിൽ ഇന്നിങ്സ് 329, നോട്ട് ഔട്ട് 33, റൺസ് 17921, ഹയസ്റ്റ് സ്കോർ 248, ബാറ്റിംഗ് ആവറേജ് 51.78, 100 51 അടിച്ചിട്ടുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ, 50 68 അടിച്ചിട്ടുണ്ട്. ടെസ്റ്റിൽ സച്ചിൻ ടെണ്ടുൽക്കറാണ് 1ാം സ്ഥാനത്ത് വന്നേക്കുന്നത്. കാരണം 10921 റൺസ് കൊടുത്തിട്ടുണ്ട്. ബാറ്റിംഗ് ആവറേജ് 53.78 ഉണ്ട്. സ്ഥിരതയാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. രണ്ടാമത് വിരാട് കോഹ്ലിയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കറെ കടത്തി വെട്ടാനായിട്ട് വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അടുത്തായിട്ട് പരിശോധിക്കാൻ പോകുന്നത് വൺ ഡേ ക്രിക്കറ്റാണ്. അപ്പോൾ നമുക്ക് രോഹിത് ശർമ്മയുടെ നിന്ന് തുടങ്ങാം. മാച്ച് 265, ഇന്നിങ്സ് 257, നോട്ട് ഔട്ട് 36, റൺസ് 10866, ഹയസ്റ്റ് സ്കോർ 264, ബാറ്റിംഗ് ആവറേജ് 49.16, 100 31 അടിച്ചിട്ടുണ്ട്, 50 57 അടിച്ചിട്ടുണ്ട്. അത് രോഹിത് ശർമ്മയുടെ ഒരു മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് വൺ ഡേയിൽ നടത്തിയേക്കുന്നത്. അടുത്തായിട്ട് ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനായ MS ധോണിയുടെ വൺ ഡേ ഡീറ്റെയിൽസ് ആണ്. വൺ ഡേയിലെ പെർഫോമൻസ് ആണ് പരിശോധിക്കാൻ പോകുന്നത്. മാച്ച് 350, ഇന്നിങ്സ് 297, നോട്ട് ഔട്ട് 16, ബാറ്റിംഗ് ആവറേജ് 50.57 എന്ന് ഓർക്കുക. റൺസ് 10773 റൺസാണ്. 100 10 അടിച്ചിട്ടുണ്ട്, 50 73 അടിച്ചിട്ടുണ്ട് MS ധോണി. ഹയസ്റ്റ് 183. വൺ ഡേയിൽ MS ധോണിയുടെ ബാറ്റിംഗ് ആവറേജ് മികച്ച രീതിയിലാണ്. ഒരു സ്ഥിരതയാർന്ന പ്രകടനം തന്നെയാണ് ധോണി നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ രോഹിത് ശർമ്മ അങ്ങനെ തന്നെയാണ്. അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിരാട് കോഹ്ലിയുടെ വൺ ഡേയിലെ പെർഫോമൻസ് ആണ്. മാച്ച് 295, ഇന്നിങ്സ് 281, നോട്ട് ഔട്ട് 44, റൺസ് 13906, ഹയസ്റ്റ് സ്കോർ 183, ബാറ്റിംഗ് ആവറേജ് 58.18 ഉണ്ട് എന്ന് ഓർക്കുക. 100 50 അടിച്ചിട്ടുണ്ട്, 50 72 അടിച്ചിട്ടുണ്ട്. അപ്പോൾ മികച്ച രീതിയിൽ ഒരു ക്വാളിറ്റി ബാറ്റിംഗ് ആണ് വൺ ഡേയിൽ വിരാട് കോഹ്ലി നടത്തിയിരിക്കുന്നത്. കാരണം സ്ഥിരതയാർന്ന ഒരു പ്രകടനം തന്നെയാണ് വൺ ഡേയിൽ വിരാട് കോഹ്ലി നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറുടെയാണ് വൺ ഡേയുടെ പരിശോധിച്ച് നോക്കാൻ പോകുന്നത്. മാച്ച് 463 ഉണ്ട്, ഇന്നിങ്സ് 452, നോട്ട് ഔട്ട് 41, റൺസ് 18426, ഹയസ്റ്റ് സ്കോർ 200, ബാറ്റിംഗ് ആവറേജ് 44.81, 149 അടിച്ചിട്ടുണ്ട്, 50 96 അടിച്ചിട്ടുണ്ട്. വൺ ഡേയിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിയും സച്ചിൻ ടെണ്ടുൽക്കറും ഏകദേശം കട്ടയാണെന്ന് തന്നെ പറയാം. കാരണം റൺസ് ഏകദേശം 18426 സച്ചിൻ ടെണ്ടുൽക്കറിന് ഉണ്ടെങ്കിൽ കോഹ്ലിക്ക് 13906. അപ്പോൾ റണ്ണിൽ എന്തായാലും കോഹ്ലിക്ക് വെട്ടാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല 50ൻ്റെയും 100ൻ്റെയും കാര്യത്തിൽ വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 100 50 അടിച്ചിട്ടുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ. അതായത് 49 100 സച്ചിൻ ടെണ്ടുൽക്കർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ 100ൻ്റെ കാര്യത്തിൽ, സെഞ്ചുറിയുടെ കാര്യത്തിൽ വിരാട് കോഹ്ലിയാണ് സച്ചിനേക്കാളും മുന്നിൽ. അതായത് 50 96 സച്ചിൻ ടെണ്ടുൽക്കർ അടിച്ചേക്കുന്നത്. നമ്മുടെ വിരാട് കോഹ്ലിനെ എടുത്ത് പറയുകയാണെങ്കിൽ 50 72 അടിച്ചിട്ടുള്ളൂ. അതായത്
സച്ചിൻ ടെണ്ടുൽക്കറാണ് 50യുടെ കാര്യത്തിൽ വിരാട് കോഹ്ലിനെക്കാളും മുമ്പിൽ. അപ്പോൾ ഏകദേശം കട്ടയാണ് രണ്ടുപേർക്കും. പിന്നെ സ്ഥിരതയാർന്ന പ്രകടനം ആരാണെന്ന് നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി തന്നെയാണ്. ബാറ്റിംഗ് ആവറേജ് 58.18 ഉണ്ട്. അതായത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ബാറ്റിംഗ് ആവറേജ് 44.87 ഉള്ളൂ. അതായത് സച്ചിൻ ടെണ്ടുൽക്കറെക്കാളും സ്ഥിരതയാർന്ന പ്രകടനം ഇന്ത്യക്ക് വേണ്ടി നടത്തിയിരിക്കുന്നത് വിരാട് കോഹ്ലിയാണ് എന്ന് തന്നെ പറയും. എങ്കിലും എടുത്തു പറയേണ്ടത് സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും കട്ടയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് T20 പെർഫോമൻസ് ആണ്. അതായത് നമുക്ക് എടുത്ത് നോക്കാം. ആദ്യം തന്നെ MS ധോണിയുടെ പെർഫോമൻസ് ആണ് നോക്കാൻ പോകുന്നത്. മാച്ച് 98 ഇന്നിങ്സ് 85, നോട്ട് ഔട്ട് 42 ഉണ്ട് MS ധോണിക്ക്. ഹയസ്റ്റ് സ്കോർ 56 ഉള്ളു. അവറേജ് ബാറ്റിംഗ് ആവറേജ് 37.60 ഉള്ളു. ഏകദേശം ഒരു ശരാശരിയിൽ മുകളിലുണ്ട്. 100 ഒറ്റെണ്ണം MS ധോണി അടിച്ചിട്ടില്ല എന്നൊരു കാര്യം ഓർക്കേണ്ടതാണ്. T20 100 സെഞ്ചുറി ഒരെണ്ണം പോലും MS ധോണി അടിച്ചിട്ടില്ല എന്നൊരു കാര്യം ഓർക്കേണ്ടതാണ്. പിന്നീട് 52 എണ്ണം. അതായത് T20 വരുമ്പോൾ തന്നെ MS ധോണിയുടെ ക്യാപ്റ്റൻസിയാണ് മികച്ച് നിൽക്കുന്നത്. അതായത് പെർഫോമൻസ് അത്ര മികച്ചതല്ലെങ്കിലും ഒരു ആവറേജ് പെർഫോമൻസ് ആണ്. ടോട്ടൽ റൺസ് 1617. വലിയ രീതിയിലുള്ള മികച്ച രീതിയിലുള്ള ബാറ്റിംഗ് ഒന്നും MS ധോണി കാഴ്ച വെച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രോഹിത് ശർമ്മയാണ്. T20 159 മാച്ച് കളിച്ചിട്ടുണ്ട്. ഇന്നിങ്സ് 151, നോട്ട് ഔട്ട് 19, റൺസ് 4231 റൺസ് അടിച്ചേക്കാണ്. അതായത് MS ധോണിനെ കടത്തി വെട്ടിയിട്ടുണ്ട്. ഹയസ്റ്റ് സ്കോർ 121. രോഹിത് ശർമ്മ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ബാറ്റിംഗ് അവറേജ് 32 ഉള്ളു. ധോണിനെക്കാളും താഴെയാണ് രോഹിത് ശർമ്മ. സ്ഥിരതയാർന്ന പ്രകടനത്തിൽ ധോണി തന്നെയാണ് രോഹിത് ശർമ്മയെക്കാളും മുകളിൽ. 105 രോഹിത് ശർമ്മ T20 അടിച്ചേക്കുന്നത്. 50-32. എന്തുകൊണ്ട് രോഹിത് ശർമ്മ MS ധോണിയെക്കാളും മികച്ച ഒരു പ്ലെയർ തന്നെയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സച്ചിൻ ടെണ്ടുൽക്കറുടെയാണ്. കാരണം ഒരു T20 മാച്ചാണ് സച്ചിൻ ടെണ്ടുൽക്കർ കളിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് തന്നെ പറയാം. കാരണം ആ കാലഘട്ടത്തിൽ അധികം T20 ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സച്ചിന് അത് പങ്കെടുക്കാനും കഴിഞ്ഞില്ല. അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കിങ് കോഹ്ലിയുടെ തന്നെയാണ്. T20 മാച്ചിൻ്റെ പെർഫോമൻസ് ആണ്. മാച്ച് 175, ഇന്നിങ്സ് 117, നോട്ട് ഔട്ട് 31 ഉണ്ട്. റൺസ് 4188 റൺസാണ് നമ്മുടെ കിങ് കോഹ്ലി നേടിയേക്കുന്നത്. അതായത് രോഹിത് ശർമ്മയും കോഹ്ലിയുടെ റൺസിൽ നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ തന്നെയാണ് T20 റൺസിന് മുകളിൽ എന്ന് തന്നെ പറയാം. ഹയസ്റ്റ് 122 ഉണ്ട് കിങ് കോഹ്ലിക്ക്. ബാറ്റിംഗ് അവറേജ് 48 ആണ് നമ്മുടെ കോഹ്ലിക്കുള്ളത്. പിന്നീട് സെഞ്ചുറി ഒരെണ്ണം ഉള്ളു. അതുകൂടാതെ 38 എണ്ണം. T20 വരുമ്പോൾ നമുക്ക് രോഹിത് ശർമ്മ തന്നെയാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. കാരണം റൺസ് എടുത്ത് നോക്കിയാൽ 4231 ഉണ്ട്. കോഹ്ലിയുടെ റൺസ് എടുത്ത് നോക്കിയാൽ 4788 ഉള്ളു. താഴെ തന്നെ ഉണ്ട് എന്ന്. ഹയസ്റ്റ് സ്കോർ എടുത്ത് നോക്കിയാൽ തന്നെ വിരാട് കോഹ്ലിയാണ് മുന്നിൽ. പക്ഷേ സ്ഥിരതയാർന്ന പ്രകടനം T20 നടത്തിയിരിക്കുന്നത് രോഹിത് ശർമ്മയല്ല, വിരാട് കോഹ്ലിയാണ്. 48.69 വിരാട് കോഹ്ലിക്കുള്ളത്. സെഞ്ചുറിയുടെ കാര്യത്തിൽ രോഹിത് ശർമ്മ തന്നെയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ രണ്ടുപേരും കട്ടയാണ്. 50യുടെ കാര്യത്തിൽ വിരാട് കോഹ്ലിയുമാണ്. അപ്പോൾ സ്ട്രൈക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ രോഹിത് ശർമ്മയാണ് മുന്നിൽ നിൽക്കുന്നത്. 140 ഉണ്ട്. അപ്പോൾ T20 എടുത്ത് പറഞ്ഞാൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കട്ടയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിച്ചത്. ഇന്ത്യൻ ടീമിലെ മികച്ച ഒരു പ്ലെയറിൽ ഇപ്പോൾ ഈ 3 ഫോർമാറ്റും കൂടി എടുത്ത് പറയുന്നത് തന്നെ 1ാം സ്ഥാനത്ത് നമ്മുടെ വിരാട് കോഹ്ലി തന്നെയാണ് വന്നിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. 3ാം സ്ഥാനത്ത് രോഹിത് ശർമ്മയാണ്. 4ാം സ്ഥാനത്താണ് നമ്മുടെ MS ധോണി വന്നിരിക്കുന്നത്. എല്ലാ ഇതിഹാസങ്ങളെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ ഈ ഒരു ഫോർമാറ്റിലോട്ടാണ് പോകേണ്ടിയിരിക്കുന്നത്. 4ാം സ്ഥാനത്താണ് നമ്മുടെ MS ധോണി വന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ.